ഹായ് ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും ഒരു ആഗ്രഹമുണ്ടാവും നല്ല ബ്രാൻഡഡ് ഷർട്ട്, ബ്രാൻഡഡ് ടീഷർട്ട്സ്, ജീൻസ് അങ്ങനെയുള്ളതൊക്കെ ഇടണം, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. ഐ തിങ്ക് ഓൾമോസ്റ്റ് ദുബായിലുള്ളവർക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൈറ്റ് മാർക്കറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഡിസംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് വീക്ക്, ആ ഒരു ടൈമിൽ ഇത് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയിരുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ ഒരു ചെറിയൊരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിരുന്നതാണ്. ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ. ഇത് സിറ്റുവേറ്റ് ചെയ്യണത് കറക്റ്റ് എവിടെയാണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിയൻ മെട്രോ സ്റ്റേഷനുണ്ട്. ആ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് അവിടേക്ക് പോകാനായിട്ട് ഒന്നല്ലെങ്കിൽ ഫ്ലൈ ഓവർ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ യൂസ് ചെയ്ത് നേരെ റോഡ് ക്രോസ് ചെയ്യാം. അങ്ങനെ വേണ്ടി നമുക്ക് ക്രോസ് ചെയ്യാം. നിങ്ങൾ ദുബായിൽ എവിടെ ആയിക്കോട്ടെ, യു എയിൽ എവിടെ ആയിക്കോട്ടെ, ഏത് മെട്രോ സ്റ്റേഷൻ നമ്മൾ എടുത്താലും നമ്മൾ ഇറങ്ങേണ്ട പോയിന്റ് എന്ന് പറയുന്നത് യൂണിയനാണ്. ഈ യൂണിയൻ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർചേഞ്ചിങ് സ്റ്റേഷനാണ്. സോ അവിടെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ യാത്ര ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈ ഓവർ യൂസ് ചെയ്തിട്ട് ആ ഫ്ലൈ ഓവർ ഇറങ്ങി നേരെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും നൈറ്റ് മാർക്കറ്റ്. ഇവിടുത്തെ സ്പെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാർക്കറ്റ്സുകളുണ്ട്. മാർക്കറ്റ് മീൻസ് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമല്ല. ഈ മാർക്കറ്റിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ഷർട്ട്സ്, ബ്രാൻഡഡ് പെർഫ്യൂംസ്, ബ്രാൻഡഡ് ഗ്ലാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ മാക്സിമം ഇവിടെ പിടിച്ചു നിർത്താനും യു എയിലേക്ക് മാക്സിമം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യണത് തായ്ലൻഡ്സ്, ഫിലിപ്പീനീസ് അങ്ങനെയുള്ളവരെ. കാരണം അങ്ങനെയുള്ളവരാണ് മെയിൻലി ഇതേമാതിരി കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ആക്ച്വലി ഞാൻ മെട്രോ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തായ്ലൻഡ്സ്, ഗുച്ചിയുടെ ബാഗ്സ്, ഗുച്ചിയുടെ ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്ത് പ്രാഡയുടെ ഗ്ലാസ് വരെ. സോ നമുക്ക് അവരോട് നേരിട്ട് ഒന്ന് ചോദിക്കാൻ പറ്റില്ല നിങ്ങളിത് എവിടെ നിന്ന് വെച്ചാൽ. അവർ ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾ ബ്രാൻഡഡ് ആണ്, ഞങ്ങൾ ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്യൂ, ഞങ്ങൾ കോപ്പി ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യില്ല, അങ്ങനെ അവർ പറയും. ബട്ട് എന്താ പറയുക, നമ്മൾക്ക് ഈ അവർ യൂസ് ചെയ്യണ ഈ ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ യൂണിയൻ നൈറ്റ് മാർക്കറ്റിൽ പോയപ്പോൾ ദേ കിടക്കണം അവിടെ അതേപോലെ ബ്രാൻഡഡ് ഗുച്ചിയുടെ അവർ യൂസ് ചെയ്ത സെയിം ബാഗ്, ഗുച്ചിയുടെ അവർ യൂസ് ചെയ്ത ഡ്രസ്സുകൾ എല്ലാം അതേപോലെ. അപ്പം എനിക്ക് മനസ്സിലായി ഇവരും ഇവിടെ നിന്ന് തന്നെയാണ് ഈ പറയണ ഡ്രസ്സുകളായാലും സൺഗ്ലാസസ് ആയാലും കാര്യങ്ങളെല്ലാം വാങ്ങാമെന്നുള്ളത്. സോ അങ്ങനെ ഞാനും ആളും കൂടി ഞങ്ങളുടെ ഈ ലാസ്റ്റ് സൺഡേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും. അത് കൂടാതെ അവിടെ മെയിൻലി പറയാമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിഷസ്, ഐ തിങ്ക് 1000+ ഡിഷസ് നമുക്ക് അവിടെ കാണും. അവിടെ യൂണിയനിൽ കാണാമെന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട്, ഐ മീൻ 4-5 സെക്ഷനായിട്ടാണ് അവർ നൈറ്റ് മാർക്കറ്റ്. ഓരോ സെക്ഷനിലും മിനിമം ഒരു 50 above ഷോപ്പുകളുണ്ടാവും. യൂണിയനിൽ മൊത്തം കൗണ്ട് കൂട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം ഒരു 100+, 100 പോരാ, അതിലും വില 200+ഓ 250+ഓ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഷോപ്പുകളുണ്ട് അവിടെ. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ആൾക്കാർ ഡ്രസ്സസ് പർച്ചേസ് ചെയ്യണത്, ഒരുപാട് ആൾക്കാർ. വാവ്, എന്താ പറയുക, അവരുടെ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതായിക്കോട്ടെ, അവരുടെ ഷോപ്പുകൾ അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതായിക്കോട്ടെ, അടിപൊളിയായിട്ടാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഗുച്ചിയുടെ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടെങ്കിലോ വേണ്ട, ഗുച്ചി വേണ്ട, നോർമൽ എല്ലാവർക്കും അഫോർഡബിളായിട്ട് ഒരു അഡിഡാസിൻ്റെ ഷർട്ട് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക, ഒന്നല്ലെങ്കിൽ മാക്സ് അങ്ങനെയുള്ള ഓരോ ഷോപ്പുകൾ അല്ലെങ്കിൽ മാളിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പം നമുക്ക് എത്ര സ്പെൻഡ് വരും? മിനിമം നമ്മൾ കൊടുക്കണം ഒരു 200-250 ദിറം. ആ സെയിം മോഡലിലുള്ള ഡ്രസ്സ് നമുക്ക് ഇവിടെ 30 ദിറംസ്, 25 ദിറംസ്, നന്നായിട്ട് പാഷൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ 15 ദിറംസിന് വാങ്ങാം കേട്ടോ. സോ ആ സെയിം ക്വാളിറ്റി ആയിരിക്കില്ല, അതിനേക്കാളും കുറച്ചും കൂടി കുറവ്. മേ ബി ഇവിടെ വരുന്ന പ്രൊഡക്ട്സുകളുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് ഡ്രസ്സുകളുടെ ഫസ്റ്റ് കോപ്പി മുതൽ 3rd കോപ്പി വരെ നമുക്ക് അവൈലബിളാണ്. ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന സാധനം, അതെന്തെങ്കിലും ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്ട്സോ ചെറിയ രീതിയിൽ ഉണ്ടാവത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ബിൽഡിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം പക്കയായിരിക്കും. ബട്ട് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യൂമയുടെ ഷർട്ട് ഇടുമ്പോൾ പ്യൂമയുടെ ലോഗോൻ്റെ ആ വാലിന് ചെറിയൊരു നീട്ടം, അതല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് കറക്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒരു മൈന്യൂട്ട് വ്യത്യാസം. അത് പെട്ടെന്നൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല, ബട്ട്
മെയിൻ ബ്രാൻഡുകൾ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ, ബ്രാൻഡിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നോക്കിയാൽ മാത്രം മനസ്സിലാകത്തുള്ളൂ. അല്ലാത്ത നോർമൽ ഒരു വ്യക്തിക്ക് അതൊന്നും മനസ്സിലാവാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ എന്തായാലും പറയും. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇട്ട് കിടക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എല്ലാവരുടെ ആഗ്രഹം ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് നമുക്കുള്ള ഒരു സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ നൈറ്റ് മാർക്കറ്റ്. സോ ഞാൻ ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ ഇനിയും അപ്ഡേറ്റ്സുകൾ ഇടുന്നുണ്ട്. ഓരോരോ നൈറ്റ് മാർക്കറ്റ്സ് യൂണിയനിലെ ഞാൻ പറഞ്ഞു തരുന്നില്ലേ 4-5 സെക്ഷനായിട്ട് തിരിച്ചേക്കണത്, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണതായിരിക്കും. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ